അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്ക് 3 വർഷം തടവ്, 50 ലക്ഷം രൂപ പിഴയും മദ്രാസ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചു. മന്ത്രിയും ഭാര്യയും വെവ്വേറെ പിഴ അടയ്ക്കണമെന്നാണ് ഉത്തരവ്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, 3 വർഷം തടവ് അതുപോലെ തന്നെ പിഴയും, അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ശിക്ഷാവിധി. ആ വകുപ്പിന്റെ പ്രത്യേകത ഇപ്പോൾ തന്നെ മന്ത്രി അയോഗ്യനെന്നാണ്. അതല്ലാതെ അപ്പീലിനുള്ള സാവകാശം, അങ്ങനെ ആശ്വസിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ ഈ വിധിയിൽ? വേണു, വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും 3 വർഷം തടവും. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. DMK സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിയെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. 3 വർഷം തടവാണ് ശിക്ഷയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിഴയും 50 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചിരിക്കുകയാണ്. ഈ വകുപ്പിന്റെ പ്രത്യേകത, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 1 ദിവസം ശിക്ഷിച്ചാലും പിഴ മാത്രമായി നൽകുകയാണെങ്കിൽ പോലും തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ അയോഗ്യരാകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പൊന്മുടി ഇപ്പോഴത്തെ അവസ്ഥയിൽ അയോഗ്യനാണ്. എന്നാൽ അപ്പീലിനുള്ള സാവകാശം അടക്കം സാഹചര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളും ഈ വിധിയിലുണ്ട് എങ്കിൽ മാത്രമാണ് അത് പൊന്മുടിക്ക് ആശ്വാസമാവുക. അല്ലെങ്കിൽ മന്ത്രി അയോഗ്യനാണ്. ഇതിനു മുൻപത്തെ DMK സർക്കാരിൽ ഖനി വകുപ്പ് ഉൾപ്പെടെയുള്ള ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. ആ ഘട്ടത്തിലെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള പോംവഴികൾ പൊന്മുടിക്കുണ്ടാകാം, DMKക്കുണ്ടാകാം. പക്ഷേ ഇന്നത്തെ ദിവസം ഈ വിധിയുടെ ആദ്യ സൂചനകൾ നൽകുന്നത് പൊന്മുടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു, DMK സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നതാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടി കുറ്റക്കാരൻ എന്നാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷയും വിധിച്ചിരിക്കുന്നു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. മനേഷ്, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? വേണു, വിധിയുടെ വിശദാംശങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള സാവകാശം ഈ പറഞ്ഞ അപ്പീലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിന് ശേഷം ലഭ്യമാകും. എന്തായാലും 3 വർഷം തടവാണ്, സാധാരണ തടവാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല 50 ലക്ഷം രൂപ, അത് മന്ത്രിയും ഭാര്യയും രണ്ടുപേരും പ്രത്യേകം തന്നെ 50 ലക്ഷം രൂപ വീതം അടയ്ക്കണം എന്നുള്ളതാണ് ഈ വിധിയിൽ പറയുന്നത്. എന്തായാലും 2006-2010 ഉണ്ടായ അഴിമതി കേസാണ്, അനധികൃത സ്വത്ത് സമ്പാദന കേസാണ്. 1.25 കോടിയോളം രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നുള്ളതാണ് മന്ത്രിക്കെതിരായിട്ടുള്ള, മന്ത്രിക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കെതിരായിട്ടുള്ള കേസ്. ഈ കേസ് 2016 വിചാരണ കോടതി, വെല്ലൂരിലെ പ്രത്യേക കോടതി ഈ കുറ്റവിമുക്തനാക്കിക്കൊണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്ക് 3 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയും മദ്രാസ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്.